അതെ, പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഒപ്പം ഡോക്ടർ ഹരികൃഷ്ണന്റെ ഒരു സതീർത്ഥം എന്നുള്ള രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ശ്രീജിത്രയെ ഞാൻ കാണുന്നത് ഹൃദയ ചികിത്സാ രംഗത്തും ന്യൂറോ ചികിത്സാ രംഗത്തും ഉള്ള ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാത്രമല്ല. നേരത്തെ പലരും പറഞ്ഞിട്ടുണ്ടാകും, ഓഡിയോ ക്ലാരിറ്റി കാരണം എനിക്ക് പലതും കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ എന്തായിരുന്നാലും ബയോടെക്നോളജി രംഗത്തും അതുപോലെ തന്നെ മറ്റ് റിസർച്ച് രംഗത്തും എപ്പിഡമിയോളജി രംഗത്തും എല്ലാം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്ക് പല പല മറ്റു പല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ കണക്കാക്കുന്ന അഞ്ചോ ആറോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിലവിലുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ശ്രീചിത്രയ്ക്ക് ലഭിക്കുന്ന ഒരു പരിവേഷം എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ബയോടെക്നോളജി രംഗത്ത് അതിന്റെ ആരംഭകാലത്തിൽ അതിന്റെ വിഷണറീസ്, വെല്ലിത്തൻ സാർ തൊട്ട് തുടങ്ങിയിട്ടുള്ള വിഷണറീസ് അന്ന് നടത്തിയ അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു വിഷൻ വഴി ഹൃദ്രോഗ ചികിത്സാ രംഗത്തും ന്യൂറോ ചികിത്സാ രംഗത്തും മാത്രമല്ല, ബയോടെക്നോളജി രംഗത്തും പുതിയ പുതിയ ഡിവൈസുകൾ, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റി. അത് ഇൻഡസ്ട്രി ട്രാൻസ്ഫർ ചെയ്ത് അതുവഴി ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, പ്രത്യേകിച്ചും ഇമ്പോർട്ട് വഴി, അതായത് ഇറക്കുമതി വഴി നമുക്ക് ചിലവായിരുന്ന ഒത്തിരി ബില്യൺസ് നമുക്ക് കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ് ചിത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഒപ്പം ഞങ്ങളെ പോലെയുള്ള കുറെ ആൾക്കാർ, ഒരുപാട് ആൾക്കാരെ വിദഗ്ധന്മാർ ചികിത്സിച്ചു, സൃഷ്ടിച്ചു എന്നുള്ളത് മാത്രമല്ല, അതുപോലെ റിസർച്ച് രംഗത്തും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നടന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതൊക്കെ എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടും നടക്കുന്ന കാര്യമാണ്. ഡിവൈസസ് മെഡിക്കൽ ഇൻഡസ്ട്രിയെ കൂടി പ്രൊമോട്ട് ചെയ്യുന്ന, ഇന്ത്യൻ മെഡിക്കൽ ഇൻഡസ്ട്രിയെ കൂടി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പുതിയ പുതിയ ഡിവൈസുകൾ കണ്ടുപിടിക്കാവുന്ന അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. കാര്യം ഒരു ഡിവൈസ്, പ്രത്യേകിച്ച് ഇംപ്ലാന്റബിൾ ഡിവൈസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹാർട്ട് വാൽവിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. 2 ലക്ഷത്തിൽ കൂടുതൽ ഹാർട്ട് വാൽവുകൾ, ചിത്ര വാൽവ് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ എത്രത്തോളം ഹൃദയമിടിപ്പുകൾ ഈ ചിത്ര ഹാർട്ട് വാൽവ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വാൽവ്, അതായത് അത്രയും കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു വാൽവ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. 1990 ഞാൻ മനസ്സിലാക്കുന്ന ആദ്യമായിട്ട് ചിത്ര വാൽവ് ഇംപ്ലാന്റ് ചെയ്തത്. അതിന്റെ മുഴുവൻ കാര്യങ്ങളും നടത്തി വരണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ബയോ കമ്പാറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വേണം. മാത്രമല്ല, ഈ ഹാർട്ട് വാൽവ് തുടിച്ചുകൊണ്ടിരിക്കേണ്ട മനുഷ്യ ജീവിതത്തിൽ എല്ലാ നിമിഷത്തിലും എത്രയോ തവണ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ത്രൂ ഔട്ട് പിടിക്കേണ്ടതാണ്. അപ്പൊ ആ വാൽവ് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ചെറിയ തകരാറ് വന്നാൽ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇത് സിമുലേറ്റർ ടെസ്റ്റ് കഴിയണം, അത് കഴിഞ്ഞ് ആനിമൽ സ്റ്റഡീസ് കഴിയണം, അത് കഴിഞ്ഞിട്ട് വേണം മനുഷ്യന്റെ എക്സ്പീരിയൻസ് തുടങ്ങാൻ. അപ്പൊ ഇത്രയധികം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ്, അതും കഴിഞ്ഞ് മാർക്കറ്റിംഗ് കഴിഞ്ഞ് 2 ലക്ഷത്തോളം ആളുകൾ അത് ഇംപ്ലാന്റ് ചെയ്തു. അപ്പൊ എത്രത്തോളം ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അത് ഇന്ത്യക്ക് സേവ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന, കഴിഞ്ഞ ഈ ജനുവരിയിൽ ബ്രെയിൻ സ്റ്റിമുലേഷൻ ഇലക്ട്രോഡ്സിന് വേണ്ടിയിട്ട് ബാർക്കും SCTയും കൂടി ഒരു ഇൻഡസ്ട്രി പാർട്ട്നേഴ്സിനെ ക്ഷണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ അതും കൂടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതൊക്കെ മെഡിക്കൽ ചികിത്സാ രംഗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഡെവലപ്മെന്റ് അഭൂതപൂർവമാണ്.